In this lecture, I will explain the topic waveguides. A practical situation of theory of electromagnetic waves is its propagation or excitation in hollow metallic cylinders. We have two options. One is the hollow metallic cylinder with ends open, then it is called a waveguide. Then a hollow metallic cylinder with ends closed, then it is called a cavity. When we develop the theory of electromagnetic wave propagation inside a waveguide or cavity, we have these following assumptions. One is the boundary surface is a perfect conductor. The second one is cross-sectional shape and size is constant throughout the length of the cylinder. These are the figures of some waveguides. This is a rectangular waveguide. You can see that the cross-sectional shape and size is uniform throughout. This is a flexible waveguide. Here also the size and shape of the cavity is uniform throughout. And what is the use of these waveguides? Usually we are using radio waves for telecommunication. We have AM mode or FM. In AM, the frequency is of the order of 1 kilohertz and which corresponds to a wavelength of the order of around say 300 meters. In the case of FM, it is the frequencies of the order of 100 megahertz and wavelength is of the order of 3 meters. But if the frequency is high, that is a wavelength of order less than a meter, then for the propagation of that radiation we need the support of metallic structures. If the frequency is even higher, that is in the infrared range, we can use dielectric optical fibers for telecommunication. In this session, we will consider the propagation of EM waves through a metallic cylinder. Consider the metallic cylinder whose axis is along z direction and the cross section is arbitrary shape, but it is this shape is uniform throughout the length of the cylinder. As usual, the procedure is solving Maxwell's equation. ഈ ക്യാവിറ്റിയുടെ ഉള്ളിൽ മാക്സ്വെൽസ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ക്യാവിറ്റിയുടെ ഉള്ളിൽ സോഴ്സസ് ഇല്ല, അതായത് ചാർജ് ഡെൻസിറ്റി 0 ആണ്, കറണ്ട് ഡെൻസിറ്റി 0 ആണെന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ സോഴ്സിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഡൈലക്ട്രിക് മീഡിയം, അതിന്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എപ്സിലോൺ ആണെന്ന്, പെർമിയബിലിറ്റി മ്യൂ ആണെന്ന് മനസ്സിലാക്കി. Then Maxwell's equations can be written as del dot E equal to 0, del dot B equal to 0, del cross E is minus dou B by dou T, del cross B is mu epsilon dou E by dou T. ഈ ഇയും ബി ഒക്കെ ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് ടി ആണ്. ആർ എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് സ്പേഷ്യൽ ഡിപ്പെൻഡൻസ് കാണിക്കുന്നു, ടി എന്ന് പറഞ്ഞാൽ ടൈം ഡിപ്പെൻഡൻസ്. ഇനി ഇതിലെ ടൈം ഡിപ്പെൻഡൻസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാണെന്ന് കരുതുക. അതായത് ടൈം ഡിപ്പെൻഡൻസ് സിനുസോയിഡൽ ആണ് എന്ന് കരുതുന്ന ഇ റേസ്ഡ് ടു മൈനസ് ഐ ഒമേഗ ടി എന്ന് എടുക്കാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ ഇക്വേഷൻ ഡോ ബൈ ഡോ ടി ചെയ്ത് കഴിഞ്ഞാൽ ഇ റേസ്ഡ് ടു മൈനസ് ഐ ഒമേഗ ടിന്റെ ടൈം ഡെറിവേറ്റീവ് എടുത്താൽ ഒരു മൈനസ് ഐ ഒമേഗ വരും എക്സ്ട്രാ. ആ മൈനസ് ഐ ഒമേഗ ഈ മൈനസ് കൂടെ ചേർന്ന് പ്ലസ് ഐ ഒമേഗ ബി എന്ന് എഴുതാം. ഓക്കെ, ഇവിടുത്തെ ഡോ ഇ ബൈ ഡോ ടിയിലും ഒരു മൈനസ് ഐ ഒമേഗ താഴത്തേക്ക് വരും, അത് ചേർന്നിട്ട് ഒരു മൈനസ് ഐ ഒമേഗ മ്യൂ എപ്സിലോൺ ഇ എന്ന് എഴുതും. അപ്പൊ ഇവിടെ നമ്മൾ ആ ടൈം പാർട്ട് ഇ റേസ്ഡ് ടു മൈനസ് ഐ ഒമേഗ ടി രണ്ട് സൈഡിലും വെട്ടിപ്പോയി. ഇനി ഈ ഇക്വേഷൻസ് എഴുതിയിരിക്കുന്ന ഇവിടെ ഇയും ബിയും സിംപ്ലി ആറിന്റെ മാത്രം ഫംഗ്ഷൻ ആണ്. ദർ ഈസ് നോ ടൈം ഡിപ്പെൻഡൻസ്. ഓക്കെ, ഈ സൈഡിലുള്ള ഇക്വേഷൻ ഈ സൈഡിലുള്ള ഇക്വേഷൻ എന്നുള്ള വ്യത്യാസം, ഇത് ഇയും ബിയും ആറിന്റെയും ടിയുടെയും ഫംഗ്ഷൻ ആണ്. അതിലെ ടി ഡിപ്പെൻഡൻസ് നമ്മൾ മാറ്റി ആറിന്റെ മാത്രം ഫംഗ്ഷൻ ആണ് ഈ മാക്സ്വെൽസ് ഇക്വേഷൻസ് 4. ഓക്കെ, നൗ ഇക്വേഷൻസിന്റെ അതിലെ കേൾ ഉണ്ടായിരുന്ന രണ്ട് കേൾ ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസ് ഇതിന്റെ കേൾ വീണ്ടും എടുക്കുക. ദാറ്റ് ഈസ് ഡെൽ ക്രോസ് ഇ കാണാം. ഇത് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ സ്റ്റഡിയിൽ ചെയ്യുന്ന അതേ പ്രൊസീജിയർ ആണ്. ഇപ്പൊ കേൾ എടുക്കുന്ന സമയത്ത് എന്താ പറയുക, ഡെൽ ഡോട്ട് ഇ ഇൻറ്റു ഡെൽ മൈനസ് ഡെൽ സ്ക്വയർ ഇ. ഇതൊരു സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റി ആണ്. ഡെൽ ക്രോസ് ഇ ഈസ് ഡെൽ ഓഫ് ഡെൽ ഡോട്ട് ഇ മൈനസ് ഡെൽ സ്ക്വയർ ഇ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ ഇൻറ്റു ഡെൽ ക്രോസ് ബിയുടെ വാല്യൂ നമുക്ക് നേരത്തെ അറിയാമല്ലോ, ഇതിനകത്ത് നിന്ന് മൈനസ് ഐ ഒമേഗ, ഈ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ യു വിൽ ഗെറ്റ് ഐ ഇൻറ്റു ഐ സ്ക്വയർ മൈനസ് 1 ആണ് കിട്ടുക. ആ മൈനസ് അവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു, അത് പ്ലസ് ആവും. ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ഇൻറ്റു ഇ. ഡെൽ ഡോട്ട് ഇ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട് 0 ആണ്.
അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ മൈനസ് അപ്പർ സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡെൽ സ്ക്വയർ ഇ പ്ലസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ഇൻറ്റു ഇ ഈക്വൽ ടു 0. സിമിലർലി നമുക്ക് ഡെൽ ക്രോസ് ബിയുടെ കേൾ എടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വീണ്ടും ഡെൽ ഓഫ് ഡെൽ ഡോട്ട് ബി മൈനസ് ഡെൽ സ്ക്വയർ ബി, റൈറ്റ് ഹാൻഡ് സൈഡ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ബി എന്നാവും. ഇതിനെ നിങ്ങൾ ഒരു സൈഡിലേക്ക് ആക്കിയ ഡെൽ സ്ക്വയർ ബി പ്ലസ് മ്യൂ എപ്സിലോൺ ഒമേഗ സ്ക്വയർ ബി ഈക്വൽ ടു 0. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും കൂടെ ഒരുമിച്ച് എനിക്ക് ഇങ്ങനെ എഴുതാം. ഡെൽ സ്ക്വയർ പ്ലസ് മ്യൂ എപ്സിലോൺ ഒമേഗ സ്ക്വയർ ആക്ടിംഗ് ഓൺ ഇ ഓർ ആക്ടിംഗ് ഓൺ ബി ബോത്ത് ആർ 0. ദിസ് ഈസ് ഇക്വേഷൻ 1. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഇയും ബിയും ഇൻഡിപെൻഡന്റ് ഓഫ് ടി ആണ്. ഓക്കെ, ഇത് ഇയും ബിയും എന്തിന്റെ മാത്രം ഫംഗ്ഷൻ ആണ്? എക്സ് വൈ സെഡിന്റെ മാത്രം ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ ആ ടൈം ഡിപെൻഡൻസ് മാറ്റിയാൽ നോക്കുക. നമ്മുടെ സിലിണ്ടറിക്കൽ സിമട്രിയാണ് നമ്മുടെ കൺസിഡർ ചെയ്യുന്നത്. ഒരു സിലിണ്ടറിന്റെ ആക്സിസ് ആണ് സെഡ്. സിലിണ്ടറിക്കൽ സിമട്രി ഉള്ള പ്രോബ്ലം ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലെ സെഡ് ഡിപെൻഡൻസിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നു. അതായത് ഇ ഓഫ് എക്സ് വൈ സെഡില് ഇ ഓഫ് എക്സ് വൈ ഇൻറ്റു സെഡ് ഡിപെൻഡൻസ് നമ്മൾ ഇ റൈസ്ഡ് ടു പ്ലസ് ഓർ മൈനസ് ഐ കെ സെഡ് എന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, സെഡ് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു വേവ് ആണെങ്കിൽ അതിന്റെ സെഡ് ഡിപെൻഡൻസ് നമുക്ക് ഇങ്ങനെയാണെന്ന് അറിയാം, കെ വേവ് വെക്ടറാണ്. അതേപോലെ ബീനെ നമ്മൾ അതിന്റെ സെഡ് ഡിപെൻഡൻസ് സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇ ഓഫ് ആർ ടി എഴുതുന്ന സമയത്ത് നമുക്ക് ഇ ഓഫ് എക്സ് വൈ ഇ റൈസ്ഡ് ടു പ്ലസ് ഓർ മൈനസ് ഐ കെ സെഡ്. അപ്പൊ എക്സ് വൈ സെഡ് ഡിപെൻഡൻസ് ആയി. ടി ഡിപെൻഡൻസ് നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തായിരുന്നു, ഇ റൈസ്ഡ് ടു മൈനസ് ഐ ഒമേഗ ടി ഫോം ആണ്. ഇതാണ് കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇ ഓഫ് ആർ ടി ബി ഓഫ് ആർ ടി. ഓക്കെ, ഇനി ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമുക്കറിയാം. ഞാൻ ഐ ക്യാപ്പിന് പകരമാണ് ഈ ഇ1 ക്യാപ്പ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇ1 ക്യാപ്പ് ഡോ ബൈ ഡോ എക്സ്, ഇ2 ക്യാപ്പ് ഡോ ബൈ ഡോ വൈ പ്ലസ് ഇ3 ക്യാപ്പ് ഡോ ബൈ ഡോ സെഡ്. ഇതില് ഈ സെഡ് ഡയറക്ഷൻ എന്ന് പറയുന്നതാണ് സിലിണ്ടറിന്റെ ആക്സിസ്. അപ്പം ബാക്കി രണ്ട് ഡയറക്ഷനും സിലിണ്ടറിന്റെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ എന്ന് പറയാം. ആക്സിസിന്റെ ഡയറക്ഷനെ ലോഞ്ചിറ്റ്യൂഡിനൽ എന്നും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതിനെ ട്രാൻസ്വേഴ്സ് എന്നും വിളിച്ചാൽ ഈ രണ്ട് ആൾക്കാരെയും കൂടെ ചേർത്ത് ഡെൽ ടി എന്ന് ഞാൻ എഴുതുക. ഡെൽ ടി ഈസ് ദ ട്രാൻസ്വേഴ്സ് കമ്പോണന്റ് ഓഫ് ഡെൽ. അപ്പൊ ഡെല്ലിനെ ഞാൻ ഡെൽ ടി പ്ലസ് ഡെൽ സെഡ് എന്ന് എഴുതുക. ഈ സാധനം എന്താണ്? ഡെൽ സെഡ്. ഈ സെഡ് ഡയറക്ഷനിലുള്ളതിനെ ഡെൽ സെഡ് എന്ന് വിളിക്കുക. അപ്പൊ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഡെൽ ഈസ് ഈക്വൽ ടു ഡെൽ ടി പ്ലസ് ഡെൽ സെഡ്. ഓക്കെ, ഡെൽ ഓപ്പറേറ്ററിനെ അങ്ങനെ വിളിക്കാം. അപ്പൊ ഡെൽ സ്ക്വയർ എന്താ വരിക? ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ എന്നാണ്. അതിൽ ആദ്യത്തെ രണ്ട് പാർട്ടിനെയും കൂടെ ചേർത്ത് ഡെൽ ടി സ്ക്വയർ എന്ന് വിളിക്കുക. മൂന്നാമത്തെ ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ അല്ലെ ഡെൽ സെഡ് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇക്വേഷൻ 1 അപ്പൊ എന്താവും? ഏതാണ് ഇക്വേഷൻ 1? ഇവിടുത്തെ ഈ ഡെൽ സ്ക്വയർ ഇല്ലേ, ഈ ഡെൽ സ്ക്വയറിന് പകരം എന്ത് കൊടുക്കുക? ഡെൽ ടി സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ എന്ന് കൊടുക്കുക. ഓക്കെ, ഈ ഇ എന്ന് പറയുന്നത് എക്സ് വൈ സെഡിന്റെ ഫംഗ്ഷൻ ആണ് നമ്മൾ പറഞ്ഞിരുന്നു. ഇതിലെ ആ സെഡ് ഡിപെൻഡൻസ് സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ പിന്നെ ഉള്ള ഇ എന്ന് പറയുന്നത് എക്സും വൈയും മാത്രമേ ഉള്ളൂ. ഓക്കെ, സെഡ് ഡിപെൻഡൻസ് സെപ്പറേറ്റ് ചെയ്യും. ഇ റൈസ്ഡ് ടു പ്ലസ് ഓർ മൈനസ് ഐ കെ സെഡ്. ഇനി ഈ ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഇതിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ഓരോന്നായിട്ട് നോക്കാം നമുക്ക്. ഡെൽ ടി സ്ക്വയർ ആക്ടിങ് ഓൺ ദിസ്, ദെൻ ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ ആക്ടിങ് ഓൺ ദിസ്, മ്യൂ എപ്സിലോൺ ഒമേഗ സ്ക്വയർ ഇൻറ്റു ദിസ് എക്സ്പോണൻഷ്യൽ ഫാക്ടർ. പുറത്ത് ഇ ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. ഡെൽ ടി സ്ക്വയർ ആക്ടിങ് ഓൺ ഇ റൈസ് ടു പ്ലസ് ഓർ മൈനസ് ഐ കെ സെഡ് ഞാൻ അങ്ങനെ തന്നെ നിർത്തുന്നു. പക്ഷേ ഇത് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. ഡോ ബൈ ഡോ സെഡ് ഒരു പ്രാവശ്യം സെഡിനനുസരിച്ച് ഡെറിവേറ്റീവ് എടുത്താൽ പ്ലസ് ഓർ മൈനസ് ഐക്ക് ഒരു പ്രാവശ്യം താഴത്തേക്ക് വരും. രണ്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അതിന്റെ സ്ക്വയർ ആവും. പ്ലസ് ആയാലും മൈനസ് ആയാലും സ്ക്വയർ എടുക്കുമ്പോൾ പോസിറ്റീവ് ആവും. ഐയുടെ സ്ക്വയർ മൈനസ് ആണ്, സോ ദിസ് ബിക്കംസ് മൈനസ് കെ സ്ക്വയർ. ഇതിനകത്തുനിന്ന് എല്ലാത്തിനകത്തുനിന്ന് ഇ റൈസ് ടു പ്ലസ് ഓർ മൈനസ് ഐ കെ സെഡ് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്താ വരിക? ഡെൽ ടി സ്ക്വയർ പ്ലസ് മ്യൂ എപ്സിലോൺ ഒമേഗ സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ആക്ടിങ് ഓൺ ഇ ഓഫ് എക്സ് വൈ. ശ്രദ്ധിക്കുക, ഇ ഓഫ് എക്സ് വൈ സെഡ് ഇല്ല, ഈക്വൽ ടു 0. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അപ്പൊ നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1 ഇവിടെ ഇ എന്ന് പറയുന്നത് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ആണ്. അതിലെ സെഡ് ഡിപെൻഡൻസ് അങ്ങ് മാറ്റി. സെഡ് ഡിപെൻഡൻസ് മാറ്റുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെയാണ്. ആ സെഡ് ഡിപെൻഡൻസ് ആണ് ഒരു മൈനസ് കെ സ്ക്വയർ തരുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നമ്മൾ വീണ്ടും ഇലക്ട്രിക് ഫീൽഡിനെ ഇതേപോലെ ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂഡിനൽ കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാണ്. പക്ഷെ ആ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇ ഓഫ് ആർ ആണ്. ഓക്കെ, ടൈം ഡിപെൻഡൻസ് മാത്രം ഒഴിവാക്കിയ ഇ ഓഫ് ആർ എന്നുള്ളതാണ്. ഇക്ക് ആക്ച്വലി ഇലക്ട്രിക് ഫീൽഡ് ഇസ് എ വെക്ടർ. അതിന് 3 കമ്പോണന്റ് ഉണ്ടാവും, ഇ എക്സ് ഇ1 ക്യാപ് പ്ലസ് ഇ വൈ ഇ2 ക്യാപ് പ്ലസ് ഇ സെഡ് ഇ3 ക്യാപ്. ഇതില് ഈ 3 ക്യാപ് എന്ന് പറയുന്നതാണ് സെഡ് ഡയറക്ഷൻ. സെഡ് ഡയറക്ഷനിലുള്ളതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ കമ്പോണന്റ്, ബാക്കി രണ്ടും ഇവിടെ ചേർത്ത് ട്രാൻസ്വേഴ്സ് കമ്പോണൻസ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിനെ എനിക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, ട്രാൻസ്വേഴ്സ് വെക്ടർ പ്ലസ് ലോഞ്ചിറ്റ്യൂഡിനൽ വെക്ടർ. ഇവിടെ ഈ ട്രാൻസ്വേഴ്സ് ഫീൽഡ് എന്നുള്ളതിനെ എനിക്ക്
ഇയിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതാം സിമ്പിൾ ആയിട്ട്. E3 cap ക്രോസ് ഇ ക്രോസ് E3 cap. എന്താ കാരണം? ഇതിനെ എനിക്ക് മൈനസ് ഓഫ് ഈ ക്രോസ് പ്രൊഡക്റ്റ് തിരിച്ചിടണമെങ്കിൽ ഒരു മൈനസ് ഇട്ടാൽ മതി. മൈനസ് ഓഫ് E3 cap ക്രോസ് E3 cap ക്രോസ് ഇ എന്ന് എഴുതാം. ഇത് ട്രിപ്പിൾ ക്രോസ് പ്രൊഡക്റ്റിന്റെ ഡെഫിനേഷൻ അനുസരിച്ച് E3 cap ഡോട്ട് ഇ E3 cap ഡോട്ട് ഇ ഇൻറ്റു E3 പ്ലസ് E3 cap ഡോട്ട് E3 cap ഇൻറ്റു ഇ എന്ന് എഴുതാം. ഈ പുറത്തൊരു മൈനസ് ഉള്ളതുകൊണ്ട് രണ്ടാമത്തെ ടൈമിലെ മൈനസ് പ്ലസ് ആവും. E3 cap ഡോട്ട് ഇ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഇലക്ട്രിക് ഫീൽഡിന്റെ Z കമ്പോണന്റ് ആണ് അല്ലെ. ഒരു ഇലക്ട്രിക് ഫീൽഡിനെ Z യൂണിറ്റ് വെക്ടറും കൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ ഇലക്ട്രിക് ഫീൽഡിന്റെ Z കമ്പോണന്റ്. അപ്പോൾ അത് മൈനസ് EZ E3 cap പ്ലസ് E3 ഡോട്ട് E3 എന്ന് പറഞ്ഞാൽ E3 ഡോട്ട് E3 എന്ന് പറഞ്ഞാൽ 1 ആണ്. പിന്നെ പോയിട്ട് ഇ ആണ്. അപ്പോൾ നോക്കുക, മൈനസ് EZ E3 cap. EZ E3 cap എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം കിട്ടി. പ്ലസ് ഇ മൈനസ് EZ പ്ലസ് ഇ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും. അതായത് ഈ EZ E3 ക്യാപ്പിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. മൈനസ് EZ പ്ലസ് ഇ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ET ആയിരിക്കും. അപ്പൊ ET എന്നുള്ളതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ പാരലൽ ഫീൽഡ് EZ-നെ എന്തെഴുതാം? പാരലൽ ഫീൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ആക്സിസിന് പാരലൽ ആയിട്ടില്ല. EZ-നെ എന്തെഴുതാം? E3 ഡോട്ട് ഇ. E3 ഡോട്ട് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് Z കമ്പോണന്റ് EZ. അതിന്റെ കൂടെ യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ EZ വെക്ടർ ആയി. അപ്പൊ ഇത് ട്രാൻസ്വേഴ്സ് ഫീൽഡിനെ പാരലൽ ഫീൽഡിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ആ കേൾ ഇക്വേഷൻ എടുക്കുന്നു. മാക്സ്വെൽസ് 4 മാക്സ്വെൽ ഇക്വേഷനും ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡിനെ ട്രാൻസ്വേഴ്സും ആക്സിയലും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 മാക്സ്വെൽസ് ഇക്വേഷൻ എന്ത് വ്യത്യാസം വരുന്നതാണ് ഞാൻ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ മാക്സ്വെൽ ഇക്വേഷൻ എടുത്തു. ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു ഐ ഒമേഗ ബി. ഡെല്ലിനെ ഡെൽ ടി പ്ലസ് ഡെൽ സെഡ് എന്ന് എഴുതാം. ഓക്കെ, ട്രാൻസ്വേഴ്സ് ആക്സിയൽ. ഇനെ ഇ ടി പ്ലസ് ഇ സെഡ് എന്ന് എഴുതാം, ട്രാൻസ്വേഴ്സ് ആക്സിയൽ. ഐ ഒമേഗ ഇൻറ്റു ബിനെ ട്രാൻസ്വേഴ്സ് പ്ലസ് ആക്സിയൽ എന്ന് എഴുതും. ഇവിടെ 4 ടേം വരും. ഒന്ന് ഡെൽ ടി ക്രോസ് ഇ ടി, പിന്നെ ഡെൽ ടി ക്രോസ് ഇ സെഡ്, ഡെൽ സെഡ് ക്രോസ് ഇ ടി, ഡെൽ സെഡ് ക്രോസ് ഇ സെഡ്. 4 ടേം വരും. അതിൽ ഡെൽ സെഡ് ക്രോസ് ഇ സെഡ് നോക്കൂ. ഡെൽ സെഡ് ക്രോസ് ഇ സെഡ്. ഡെൽ സെഡ് ആരാ? ഡെൽ സെഡ് എന്ന് പറഞ്ഞാൽ ഡെല്ലിന്റെ ആക്സിയൽ ഡയറക്ഷനിലുള്ള കമ്പോണന്റ്. അതാരാണ്? E3 cap ഡോ ബൈ ഡോ സെഡ് ക്രോസ് ഇ സെഡ് വെക്ടർ എന്ന് പറഞ്ഞാൽ E3 cap മാഗ്നിറ്റ്യൂഡ് ഇ സെഡ്. E3 cap ക്രോസ് E3 cap 0 ആണ്. അപ്പൊ ഈ ഇതിൽ 4 ടൈം വരുന്നു പറഞ്ഞാൽ ഒരാൾ 0 ആയിപ്പോയേ. അടുത്ത ഒരാളെ നോക്കുക. ഡെൽ ടി ക്രോസ് ഇ ടി. ഡെൽ ടി ക്രോസ് ഇ ടി. ഡെൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സ് ആണ്. E1 cap ഡോ ബൈ ഡോ എക്സ് പ്ലസ് E2 cap ഡോ ബൈ ഡോ വൈ ക്രോസ് ഇ ടി എന്ന് പറയുന്നത് E1 cap EX പ്ലസ് E2 cap EY. ഇത് ചെയ്താൽ E1 cap ക്രോസ് E1 cap 0 ആവും. E1 cap ക്രോസ് E2 cap ഒരു E3 cap ഡയറക്ഷൻ വരും. E2 cap ക്രോസ് E1 cap ഒരു മൈനസ് E3 cap വരും. E2 cap ക്രോസ് E2 cap 0 ആവും. സോ നെറ്റ് എഫക്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അലോങ് ദി ആക്സിസ് ആയിരിക്കും. ഓക്കെ, അലോങ് ദി ആക്സിസ് ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബാക്കിയുള്ള 4 ടേം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഒരെണ്ണം 0 ആയി. പിന്നുള്ള ഡെൽ ടി ക്രോസ് ഇ ടി ആണ് ഇപ്പൊ അലോങ് സെഡ് ആണെന്ന് പറഞ്ഞത്. ഡെൽ ടി ക്രോസ് ഇ സെഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ അതിൽ സെഡ് ഡയറക്ഷനിൽ കമ്പോണന്റ് ഉണ്ടാവില്ല. അതുപോലെ ഡെൽ സെഡ് ക്രോസ് ഇ ടി ചെയ്താലും ഡെൽ സെഡ് ക്രോസ് ഇ ടി ഇതേപോലെ ചെയ്ത് നോക്കുക. അതിലും സെഡ് ഡയറക്ഷനിൽ കമ്പോണന്റ് കിട്ടില്ല. ഇപ്പൊ സെഡ് ഡയറക്ഷനിൽ ഉള്ള ഒരേ ഒരു ആള് ഡെൽ ടി ക്രോസ് ഇ ടി ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിനെ സംബന്ധിച്ചിടത്തോളം സെഡ് ഡയറക്ഷനിലുള്ളത് റൈറ്റ് ഹാൻഡ് സൈഡിനെ സംബന്ധിച്ചിടത്തോളം സെഡ് ഡയറക്ഷനിലുള്ളത് ഈ ഐ ഒമേഗ ബി സെഡ് ആണ്. അപ്പൊ എനിക്ക് എന്തെഴുതാം? ഡെൽ ടി ക്രോസ് ഇ ടി ഈസ് ഐ ഒമേഗ ബി സെഡ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ഇത് എക്സ്പാൻഡ് ചെയ്താൽ 4 ടേം ഉണ്ടാവും. ഇതിൽ ഒരെണ്ണം 0 ആയിപ്പോയി. ബാക്കി 3 ടേമിൽ ഒരേ ഒരു ടേം ആണ് സെഡ് ഡയറക്ഷനിലുള്ളത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സെഡ് ഡയറക്ഷനിലുള്ളത് റൈറ്റ് ഹാൻഡ് സൈഡിൽ സെഡ് ഡയറക്ഷനിലുള്ളതുമായിട്ട് ഇക്വേറ്റ് ചെയ്യും. അപ്പൊ ഡെൽ ടി ക്രോസ് ഇ ടി ഐ ഒമേഗ ബി സെഡ് എന്നായിരുന്നു. ഡെൽ ടി ക്രോസ് ഇ ടി ഇതിനെ രണ്ട് സൈഡിലും E3 cap കൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ E3 cap ഡോട്ട് ഡെൽ ടി ക്രോസ് ഇ ടി ഈക്വൽ ടു ഈ സൈഡിൽ E3 cap ഡോട്ട് ബി സെഡ് വെക്ടർ ചെയ്താൽ എന്നിട്ട് ബി സെഡ് സ്കാലാർ എഴുതും. കാരണം ബി സെഡ് വെക്ടർ എന്നുള്ളത് E3 cap ബി സെഡ് എന്ന് എഴുതാം. അതിനെ വീണ്ടും ഒരു E3 cap കൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ E3 cap ഡോട്ട് E3 cap 1 ആവും. സോ റൈറ്റ് ഹാൻഡ് സൈഡ് ഐ ഒമേഗ ബി സെഡ്. ഇനി ഡെൽ ടി ക്രോസ് ഇ സെഡ് ബാക്കി 4 ഒരെണ്ണം പോയി, ഒരെണ്ണം സെഡ് ഡയറക്ഷനിലാണ്. ഇനി 2 ഉണ്ട്. ആ 2 പേരും ഡെൽ ടി ക്രോസ് ഇ സെഡ് പ്ലസ് ഡെൽ സെഡ് ക്രോസ് ഇ ടി. അത് രണ്ടും കൂടെ ചേർന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള അടുത്ത ട്രാൻസ്വേഴ്സിനെ എഴുതുക ഐ ഒമേഗ ബി ടി. ഓക്കെ, ഇതിനെ ഈ ഇക്വേഷനെ മൊത്തം ഒരു E3 cap കൊണ്ട് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. എന്നിട്ട് ഇതിൽ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് E3 cap
ഡോട്ട് ഇ സെഡ്. E3 cap ഡോട്ട് ഇ സെഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? E3 cap ഡോട്ട് ഇ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെക്ടർ പോയിട്ട് മാഗ്നിറ്റ്യൂഡ് ഇ സെഡ് കിട്ടും. സോ ഡെൽറ്റ ഇ സെഡ് മൈനസ് E3 cap ഡോട്ട് ഡെൽറ്റി. E3 cap ഡോട്ട് ഡെൽറ്റി ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിരിക്കും. കാരണം ഡെൽറ്റയിലുള്ളത് E1 cap E2 cap ആണ്. E3 cap ആയിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ 0 ആയിപ്പോൾ. അപ്പോൾ ഈ ട്രിപ്പിൾ ക്രോസ് പ്രൊഡക്റ്റിലെ രണ്ടാമത്തെ ടൈം 0 ആയിപ്പോൾ. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ E3 cap ഡോട്ട് EP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 ആണ്. കാരണം E3 cap ETയിലുള്ളത് E1 cap E2 cap ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ 0 ആവും. ഇവിടുത്തെ രണ്ടാമത്തെ ടൈം മൈനസ് ഉണ്ടാവും. E3 cap ഡോട്ട് ഡെൽ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E3 cap ഡോട്ട് ഡെൽ സെഡ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ സെഡ് ആണ്. ഇൻറ്റു ET ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് I ഒമേഗ E3 cap ക്രോസ് BT. ഇത് അതേപടി തന്നെ എഴുതുക. ഇതിനെ ഈ ഒരു മൈനസിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ഇങ്ങനെ എഴുതാം. ഡോ വെക്ടർ ET ബൈ ഡോ സെഡ് പ്ലസ് I ഒമേഗ E3 cap ക്രോസ് BT ഈക്വൽ ടു ഡെൽറ്റി ഇ സെഡ്. ഇതേപോലെ അപ്പൊ നമ്മൾ നോക്കുക, നമ്മൾ എവിടെ തുടങ്ങിയതെന്ന് അറിയോ? ഡെൽ ക്രോസ് E ഈക്വൽ ടു I ഒമേഗ B. ഈ മാക്സ്വെൽ ഇക്വേഷൻ ഇങ്ങനെ ട്രാൻസ്വേഴ്സ് ലോഞ്ചിറ്റ്യൂഡിൽ നിന്ന് രണ്ടായിട്ട് ഫീൽഡുകളെയും ഓപ്പറേറ്ററിനെയും സ്പ്ലിറ്റ് ചെയ്താൽ ഈ ഒരു മാക്സ്വെൽ ഇക്വേഷൻ രണ്ട് ഇക്വേഷൻ ആയിട്ട് മാറും. അതാണ് ഈ റെഡ് ഇതിൽ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന രണ്ട് ഇക്വേഷൻ. അപ്പോൾ നോക്കുക, ഡെൽ ക്രോസ് E ഈക്വൽ ടു I ഒമേഗ B സ്പ്ലിറ്റ്സ് ഇൻറ്റു ടു ഇക്വേഷൻസ്. വൺ ഈസ് ഈ രണ്ട് ഇക്വേഷൻ ഞാൻ ഇപ്പൊ ചെയ്ത് കാണിച്ചു തന്ന ഈ രണ്ട് ഇക്വേഷൻ അവിടേക്ക് എടുത്തെഴുതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദീസ് ടു ഇക്വേഷൻസ്. ഇൻ എ സിമിലർ മാനർ യു ക്യാൻ പ്രൂവ് ദാറ്റ് ഡെൽ ക്രോസ് B ഈക്വൽ ടു മൈനസ് I ഒമേഗ മ്യൂ എപ്സിലോൺ E. ഇതാണ് വേറൊരു മാക്സ്വെൽ ഇക്വേഷൻ. ദിസ് വിൽ റെഡ്യൂസ് ടു ദീസ് ടു ഇക്വേഷൻ. സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ രണ്ട് മാക്സ്വെൽസ് ഇക്വേഷൻ 4 ഇക്വേഷൻസ് ആയിട്ട് മാറി. ഇനിയുണ്ട് രണ്ട് മാക്സ്വെൽ ഇക്വേഷൻ. അതാരൊക്കെയാണ്? ഡൈവർജൻസ് ഇക്വേഷൻസ്. ഡെൽ ഡോട്ട് E ഈക്വൽ ടു 0. അവിടെയും ഡെല്ലിനെ ഞാൻ ഡെൽ ടി പ്ലസ് ഡെൽ സെഡ് എന്ന് എഴുതുന്നു. ഇനെ ഞാൻ ET പ്ലസ് ഇ സെഡ് എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പൊ ഇതെന്തോ ഒരു 4 ടൈം വരും. ഡെൽ ടി ഡോട്ട് ET, ഡെൽ ടി ഡോട്ട് ഇ സെഡ് 0 ആണ്, ഡെൽ സെഡ് ഡോട്ട് ET 0 ആണ്, ഡെൽ സെഡ് ഡോട്ട് ഇ സെഡിന് വാല്യൂ ഉണ്ട്. ഡെൽ സെഡ് ഡോട്ട് ഇ സെഡ് എന്ന് പറഞ്ഞാൽ ഡോ ഇ സെഡ് ബൈ ഡോ സെഡ് എന്ന് എഴുതും. ഡോ ഇ സെഡ് ബൈ ഡോ സെഡ്. ഇപ്പോൾ രണ്ട് ടൈമേ ഉള്ളൂ. ഡെൽ ടി ഡോട്ട് ET പ്ലസ് ഡോ ഇ സെഡ് ബൈ ഡോ സെഡ് ഈക്വൽ ടു 0. ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം. ഡെൽ ടി ഡോട്ട് ET ഈക്വൽ ടു മൈനസ് ഡോ ഇ സെഡ് ബൈ ഡോ സെഡ്. മൈനസ് ഈ പ്ലസ് ടൈം അപ്പുറത്തുണ്ട്. അപ്പോൾ ഡെൽ ഡോട്ട് E ഈക്വൽ ടു 0 എന്നുള്ള മാക്സ്വെൽ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. ഡെൽ ടി ഡോട്ട് ET ഈക്വൽ ടു മൈനസ് ഡോ ഇ സെഡ് ബൈ ഡോ സെഡ്. സിമിലർലി ഡെൽ ഡോട്ട് B ഈക്വൽ ടു 0 ബിക്കംസ് ഡെൽ ടി ഡോട്ട് BT ഈക്വൽ ടു മൈനസ് ഡോ ബി സെഡ് ബൈ ഡോ സെഡ്. ഓക്കെ, അപ്പോൾ ഇപ്പൊ ചെയ്ത കാര്യം എന്താണ്? 4 മാക്സ്വെൽ ഇക്വേഷൻ ഉണ്ട് എനിക്ക്. ആ 4 മാക്സ്വെൽ ഇക്വേഷനെയും ഞാൻ മാറ്റുന്നത് എങ്ങനെയാണ്? എൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ രണ്ടായിട്ട് ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് ടേമിന്റെ സം ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഒരു ട്രാൻസ്വേഴ്സ് കമ്പോണന്റ്, ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ കമ്പോണന്റ്. അതുപോലെ എൻ്റെ ഡെൽ ഓപ്പറേറ്ററിനെ ഞാൻ രണ്ട് പാർട്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു. ഒരു ട്രാൻസ്വേഴ്സ് കമ്പോണന്റ്, ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ കമ്പോണന്റ്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ 4 മാക്സ്വെൽസ് ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതിൽ ഒരെണ്ണം ഞാൻ ഈ ഒരു സെറ്റ് ഞാൻ പ്രൂവ് ചെയ്തു, ഇതും പ്രൂവ് ചെയ്തു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ബാക്കി രണ്ട് സെറ്റ് പ്രൂവ് ചെയ്യാം. ഇനി നോക്കുക, ഈ ഇക്വേഷന്റെ മീനിങ് എന്താണെന്ന് അറിയോ? വൺസ് യു ഹാവ് ദ വാല്യൂസ് ഓഫ് BZ ആൻഡ് EZ, നിങ്ങൾക്ക് ഒരു BZും EZും നിങ്ങൾ കണ്ടുപിടിച്ചാൽ, അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും Z കമ്പോണന്റ് നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ദ ട്രാൻസ്വേഴ്സ് കമ്പോണന്റ് ETയും BT. ETയും BTയിലും EXും EYയും BXും BYയും ആണ് ഉൾപ്പെടുന്നത്. ഓക്കെ, ET BT എന്നുള്ളതിനകത്ത് ഇയുടെ എക്സ് കമ്പോണന്റ് Y കമ്പോണന്റ്, ബിയുടെ എക്സ് കമ്പോണന്റ് Y കമ്പോണന്റ്. അപ്പോൾ വൺസ് നിങ്ങൾക്ക് Z കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കിട്ടിക്കഴിഞ്ഞാൽ യൂസിങ് ദീസ് 4 ഇക്വേഷൻസ്, ഈ 4ഉം ഈ 2ഉം കൂടെ കൂട്ടും, ഇത്ര ഇക്വേഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ETയും BTയും കണ്ടുപിടിക്കാം. പക്ഷെ ഇപ്പൊ അതൊരു നീറ്റ് ഫോമിലല്ല കിടക്കുന്നത്. എനിക്ക് കുറച്ചും കൂടെ നീറ്റ് ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും. അതിന് ഞാൻ 4ാമത്തെ ഇക്വേഷൻ എടുക്കുക. ഏതാണ് 4ാമത്തെ ഇക്വേഷൻ? നോക്കുക, ഇതാണ് 4ാമത്തെ ഇക്വേഷൻ. ഡെൽ ടി ക്രോസ് EZ പ്ലസ് ഡെൽ സെഡ് ക്രോസ് ET ഈക്വൽ ടു I ഒമേഗ BT. ആ ഇക്വേഷൻ എടുത്തു. ആ ഇക്വേഷന്റെ മൊത്തത്തിൽ ഡെൽ സെഡും കൊണ്ട് ക്രോസ് ചെയ്യാൻ. ഡെൽ സെഡ് ക്രോസ് ആ ഇക്വേഷനെ ത്രൂ ഔട്ട് ഡെൽ സെഡ് കൊണ്ട് ക്രോസ് ചെയ്യും. ഇവിടെ ആദ്യത്തെ ടൈം എന്ന് പറയുന്നത് ഡെൽ സെഡ് ഡോട്ട് ET 0 ആയിരിക്കും, കാരണം ഇത് സെഡും ഇത് ഈ ട്രാൻസ്വേഴ്സും ആണ്, ഇത് 0 ആയിരിക്കും. മൈനസ് ഡെൽ സെഡ് ഡോട്ട് ഡെൽ സെഡ് എന്ന് പറഞ്ഞാൽ ഡെൽ സെഡ് സ്ക്വയർ ET പ്ലസ് ഇവിടെ ഡെൽ സെഡ് ഡോട്ട് EZ, അതിന് വാല്യൂ ഉണ്ട്. ഡെൽ സെഡ് ഡോട്ട് EZ എന്ന് പറഞ്ഞാൽ ഡോ EZ ബൈ ഡോ സെഡ് ആണ്. സോ ഡെൽ ടി ഡോ EZ ബൈ ഡോ സെഡ്, ബട്ട് ഡെൽ സെഡ് ഡോട്ട് ഡെൽ ടി 0 ആയിരിക്കും.
ഒന്ന് z ഒന്ന് t ഓക്കെ ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂഡിനലും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ 0 വരും ഈക്വൽ ടു i ഒമേഗ ഡെൽ z ക്രോസ് ബി ടി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫീൽഡിലെ z ഡിപെൻഡൻസ് നമ്മൾ e റേസ്ഡ് ടു പ്ലസ് ഓർ മൈനസ് i k z എന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ അപ്പം ഇലക്ട്രിക് ഫീൽഡിനെ മാഗ്നറ്റിക് ഫീൽഡിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇതിൽ ഡെൽ സെഡ് സ്ക്വയർ ആക്ട് ചെയ്താൽ രണ്ട് പ്രാവശ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡെറിവേറ്റീവ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് ഐ കെ താഴത്തേക്ക് രണ്ട് പ്രാവശ്യം വരും. അത് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് മൈനസ് കെ സ്ക്വയർ. പക്ഷേ മൈനസ് ഡെൽ സെഡ് സ്ക്വയർ ഇ ടി ആണ് ഇവിടെ ഉള്ളത്. സോ ദാറ്റ് ബിക്കംസ് പ്ലസ് കെ സ്ക്വയർ. അപ്പൊ ഈ മൈനസ് ഡെൽ സെഡ് സ്ക്വയർ ഇ ടിക്ക് പകരം പ്ലസ് കെ സ്ക്വയർ ഇ ടി എന്ന് കൊടുക്കാം. ഇഫ് വി ആർ അസ്യൂമിംഗ് ദാറ്റ് ദ സെഡ് ഡിപെൻഡൻസ് ഈസ് ഓഫ് ദിസ് ഫോം ഇ റേസ്ഡ് ടു പ്ലസ് ഓർ മൈനസ് ഐ കെ സെഡ് എന്ന് എടുത്താൽ ഡെൽ സെഡ് സ്ക്വയർ ഇ ടിക്ക് പകരം പ്ലസ് കെ സ്ക്വയർ ഇ ടി എന്ന് കൊടുക്കാം. അപ്പൊ അത് അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി, ഇക്വേഷൻ 11. ഇനി ഈ ഇക്വേഷൻ ഉണ്ടല്ലോ 4, ഇതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിന് ഒരു ഇക്വേഷൻ ഉണ്ട്. അതെങ്ങനെയാ വരിക എന്ന് വെച്ചാൽ ഡെൽ സെഡ് ക്രോസ് ബി ടി പ്ലസ് ഡെൽ ടി ക്രോസ് ബി സെഡ് ഈക്വൽ ടു ഐ ഒമേഗ ഇ ടി എന്നാണ്. ഐ ഒമേഗ ഇ ടി. ഓക്കെ അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അത് മാക്സ്വെൽ ഇക്വേഷൻ, ഈ മാക്സ്വെൽ ഇക്വേഷൻ ഒന്ന് തുടങ്ങുക. അതിൽ ഡെല്ലിന് പകരം ഡെൽ ടി പ്ലസ് ഡെൽ സെഡ് എന്ന് എഴുതുക. ക്രോസ് ബിക്ക് പകരം ബി ടി പ്ലസ് ബി സെഡ് എന്ന് എഴുതുക. ഈക്വൽ ടു ഐ ഒമേഗ മ്യൂ എപ്സിലോൺ ഇ ടി പ്ലസ് ഇ സെഡ്. ഇത് ഡെൽ ടി ക്രോസ്, ഇത് നേരത്തെ പോലെ തന്നെ 4 ടൈം വരും. അതിൽ ഒരെണ്ണം 0 ആയി പോകും, ഡെൽ സെഡ് ക്രോസ് ബി സെഡ്. ബാക്കി 3 ടൈം ഉണ്ടാവും. ഇതിൽ ഒരു ടൈം ഡെൽ ടി ക്രോസ് ബി ടി ആണ് അലോങ് ദ സെഡ് ഡയറക്ഷൻ ഉള്ളത്. അപ്പോൾ രണ്ട് സൈഡിലും സെഡിലുള്ളത് ഇക്വേറ്റ് ചെയ്യുക. ബാക്കി രണ്ടും ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലാണ്, അതിനെ ഇക്വേറ്റ് ചെയ്യുക. അതിൽ ഈ ഇക്വേഷൻ എടുക്കുക, രണ്ടാമത്തെ ഇക്വേഷൻ. ഇതിനകത്തുനിന്ന് ഡെൽ സെഡ് ക്രോസ് ബി ടിയുടെ വാല്യൂ ഇത് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയാൽ മൈനസ് ഐ ഒമേഗ മ്യൂ എപ്സിലോൺ ഇ ടി മൈനസ് ഡെൽ ടി ക്രോസ് ബി സെഡ് എന്ന്. ഈ വാല്യൂ ഈ ഇക്വേഷൻ 11ലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൽ സെഡ് ക്രോസ് ബി ടി എന്നുള്ള റൈറ്റ് ഹാൻഡ് സൈഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതൊന്ന് സോൾവ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മൈനസ് ഐ ഇൻറ്റു ഐ -1 ആണ്. ഈ ഒരു മൈനസ് കൂടി ചേർത്ത് പ്ലസ് ആവും. അപ്പോൾ ഇവിടെ ഒരു ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ഉണ്ടാവും. ഈ റൈറ്റ് സൈഡിലുള്ള കെ സ്ക്വയർ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതിലും ഇ ടി ഉണ്ട്, ഇവിടെ ഒരു ഇ ടി ഉണ്ട്. സോ മ്യൂ എപ്സിലോൺ ഒമേഗ സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഇൻറ്റു ഇ ടി ഈക്വൽ ടു ഇതിനെ റൈറ്റ് ഹാൻഡ് സൈഡ്, ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുക. ഓൾറെഡി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഡെൽ ടി ഡോ ഇ സെഡ് ബൈ ഡോ സെഡ് ഉണ്ട്. ഇത് മൈനസ് ഐ ഒമേഗ ഡെൽ ടി ക്രോസ് ബി സെഡ് റൈറ്റ് ഇപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ഐ ഒമേഗ ഡെൽ ടി ക്രോസ് ബി സെഡ്. ഇതിനകത്തുനിന്ന് ഇ ടി ഈക്വൽ ടു ഈ ടൈം അപ്പുറത്ത് താഴത്തേക്ക് കൊണ്ടുപോവുക, ഡിവൈഡ് ചെയ്യുക. So Et equal to 1 by mu epsilon omega square minus k square into del t dou Ez by dou z minus I omega E3 cap cross del t bz. അതുപോലെ ബി ടിക്കുള്ള എക്സ്പ്രഷൻ 1 by mu epsilon omega square minus k square del t dou bz by dou z I omega E3 cap cross del t z. ഈ ലാസ്റ്റ് ടൈം എങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ del t cross bz, del t cross bz is actually del t cross bz vector is nothing but E3 cap into bz magnitude. Okay, so this can be this del t is a vector, E3 cap is a vector, so I can write it as minus E3 cap cross del t bz. Okay, so there will be a minus sign. That is why this plus I omega del t cross bz becomes minus I omega into E3 cap cross del t bz. Okay. In a similar manner, I can derive an expression for bt. We can derive an expression for bt. It will be 1 by mu epsilon omega square minus k square del t dou bz by dou s dou z plus I omega mu epsilon E3 cap cross del t ez. Okay. Now, again, we have the z dependence of the form e raised to plus or minus ikz. If I assume that it is e raised to plus ikz, this derivative with respect to z will give me an ik. Okay, so here also I will get an ik. So that becomes then in this term there is an ik. Here there is minus I omega. You can take this I outside. So that first equation becomes Et equal to I divided by mu epsilon omega square minus k square into k del t z minus omega E3 cap cross del t bz
and Bt equal to I divided by mu epsilon omega square minus k square into k del t bz plus omega mu epsilon E3 cap cross del t Ez. This equation 12 and 13. This will change as here it will be minus k if you are considering a wave traveling in the opposite direction. That is, if you are taking e raised to minus ikz, and this k will be replaced with minus k. Okay. Now this is in a neat form. You can see that in the right hand side you have bz and ez. Okay, so once you get the value of bz and ez, you can find et and bt using these expressions. Et and bt are the transverse fields, ez and bz are the longitudinal fields. So once you have ez and bz, you can solve for et and bt. Okay, now we will consider a special case, that is a transverse electromagnetic wave, TEM wave, transverse electromagnetic wave. What is mean by transverse? That is, there is no axial field. Along the z direction, there is no field. നമ്മുടെ സാധാരണ പ്ലെയിൻ വേവ് സൊല്യൂഷൻ പറയുന്നത് പോലെ there is no field along the propagation direction, then bz and ez become 0, bz and ez become 0. Equation 6 and 8 ഏതാണ് 6 8 ഇത് equation 6, ഇതിലെ ez 0 ആവും, equation 8 ഇതിലെ bz 0 ആവും. ആ രണ്ട് ഇക്വേഷനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു. ഇതിൽ ഐ കെ ഇ ടി എന്ന് വന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ 6 എന്നുള്ള ഇക്വേഷനകത്ത് ഡോ ബൈ ഡോ സെഡ് ഓഫ് ഇ ടി ആണ്. ഞാൻ പറഞ്ഞു ഡോ ബൈ ഡോ സെഡ്, സെഡ് ഡിപെൻഡൻസ് നമ്മൾ ഇ റൈസ്ഡ് ടു ഐ കെ സെഡ് എന്ന് എടുക്കുന്നെങ്കിൽ ഡോ ബൈ ഡോ സെഡ് തരിക ഒരു ഐ കെ ആണ്. സോ ഐ കെ ഇ ടി, ഓക്കെ, ഇക്വേഷൻ എന്താവും ഐ കെ ഇ ടി പ്ലസ് ഐ ഒമേഗ ഇ ത്രീ ക്യാപ് ക്രോസ് ബി ടി ഈക്വൽ ടു 0. സിമിലർലി എട്ടാമത്തെ ഇക്വേഷൻ ഐ കെ ബി ടി മൈനസ് ഐ ഒമേഗ മ്യൂ എപ്സിലോൺ ഇ ത്രീ ക്യാപ് ക്രോസ് ബി ടി ഈക്വൽ ടു 0 എന്ന് വരും. ഇതിലെ രണ്ടാമത്തെ ഇക്വേഷൻ നിന്ന് ബി ടി എനിക്ക് എഴുതാം. ബി ടി ഇസ് ഈക്വൽ ടു ഇത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോയി ഐ വെട്ടിപ്പോയി ഒമേഗ മ്യൂ എപ്സിലോൺ ഡിവൈഡഡ് ബൈ കെ ഇ ത്രീ ക്യാപ് ക്രോസ് ഇ ടി. ഈ ബി ടിയുടെ വാല്യൂ മുകളിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതൊന്ന് സോൾവ് ചെയ്യുക, ഒരു എൽ സി എം എടുക്കുക ഇവിടെ. ഓക്കെ, ദെൻ ഇ ത്രീ ക്യാപ് ക്രോസ് ഇ ടി എന്നൊരു ടേം ഉണ്ട്. ഓക്കെ, ഇതിൽ ഇ ത്രീ ക്യാപ് ഡോട്ട് ഇ ടി 0 ആയി പോകും. ഇത് ട്രാൻസ്വേഴ്സ് ലോഞ്ചിറ്റ്യൂഡിനലുമാണ്. ഇ ത്രീ ക്യാപ് ഡോട്ട് ഇ ത്രീ ക്യാപ് എന്നുള്ളത് 1 ആവും. അത് സെക്കൻഡ് ടൈം ആയതുകൊണ്ട് ഒരു മൈനസ് ഉണ്ടാവും. സോ ഇറ്റ് ഈസ് മൈനസ് ഇ ടി. അപ്പോൾ ഇവിടെ ഒരു ഈ ടൈമിന് ഒരു മൈനസ് വരും. ഐ രണ്ടിലും വെട്ടിപ്പോവും. എൽ സി എം എടുക്കുക. അപ്പോൾ കെ ഡിനോമിനേറ്ററിലേക്ക് പോയി ബാക്കി കെ സ്ക്വയർ വരും. കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ഇൻറ്റു ഇ ടി ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് k square is equal to omega square mu epsilon, or k equal to omega into root 2 mu epsilon. So if the wave is such that Ez and Bz are 0, that is a transverse electromagnetic wave, then wave vector k is omega into root 2 mu epsilon. This is the same solution we obtained for plane wave. And another consequence is Bt. Bt എന്താവും? ഇവിടെയാണ് Bt. ഈ കെയുടെ സ്ഥാനത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കെയുടെ സ്ഥാനത്ത് കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് Bt is equal to ഒമേഗ വെട്ടിപ്പോവും സ്ക്വയർ റൂട്ട് മ്യൂ എപ്സിലോൺ ഇൻറ്റു ഇ ത്രീ ക്യാപ് ക്രോസ് ഇ ടി ഫോർ വേവ്സ് പ്രൊപ്പഗേറ്റിംഗ് ആസ് ഇ റൈസ് ടു ഐ കെ സെഡ്. ഇനി ഇ റൈസ് ടു മൈനസ് ഐ കെ സെഡ് ആണ് ഇവിടെ ഒരു മൈനസ് വരും. സോ ദിസ് ഈസ് ഓൾസോ ദ സെയിം ആസ് പ്ലെയിൻ വേവ് സൊല്യൂഷൻ. പ്ലെയിൻ വേവിനകത്താണെങ്കിലും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. Magnetic field is perpendicular to both electric field and propagation direction. ഇവിടെ propagation direction ആണ് ഈ ത്രീ ക്യാപ്പ് അല്ലെ z direction എന്ന് പറയുന്നത്. അപ്പോൾ magnetic field is perpendicular to propagation direction and electric field direction. All the three are mutually perpendicular, and magnetic field and electric field are related by in magnitude by this quantity root 2 mu epsilon. Okay, and 1 by root 2 mu epsilon is the velocity of wave. So these results are same as that of plane waves. Now another consequence is transverse electromagnetic wave can never exist in a single hollow cylindrical conductor. Okay, we can prove that using these equations. We have 5 equation 5 ഏതാണ് നോക്കാം നമുക്ക്. 5 bz 0 ആയാൽ del t cross et equal to 0 എന്ന് വരും. 7 ez 0 ആയാൽ del t cross bt equal to 0 എന്ന് വരും. 9 ez 0 ആയാൽ del t dot et equal to 0 എന്ന് വരും. 10 bz 0 ആയാൽ del t dot bt equal to 0. സോ ആ 4 ഇക്വേഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? ട്രാൻസ്വേഴ്സ് ഫീൽഡ് അതിന്റെ കേള്
അതിന്റെ ഡൈവേർജൻസ് ഇത് രണ്ടും 0 ആണ്. ഓക്കെ, കേളും 0 ആണ്, ഡൈവേർജൻസും 0 ആണ്. പക്ഷെ ഇത് ട്രാൻസ്വേഴ്സിന്റെ ആണ്. സോ ദീസ് solutions ET, that is transverse electromagnetic mode, and transverse electromagnetic in the magnetic field, electric field, magnetic field. These are solutions of two-dimensional electrostatic problem. നമ്മൾ 3-dimensional electrostatic problem എന്ന് പറയുമ്പോൾ del cross E equal to 0 എന്ന് ഫുൾ ആയിട്ട് എഴുതുക. പക്ഷെ ഇവിടുത്തെ del എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് മാത്രമാണ്. ദാറ്റ് മീൻസ് 2-dimension ആയി. നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ എടുത്തിട്ടില്ല, ട്രാൻസ്വേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ ദീസ് ആർ സൊല്യൂഷൻസ് ഓഫ് 2-dimensional electrostatic problem. ഓക്കെ, ഇനി ഇവിടെ കേള് 0 ആണ്, ഡൈവേർജൻസ് 0 ആണ്. കേള് 0 ആണെങ്കിൽ എനിക്കറിയാം ദാറ്റ് ഫീൽഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ഗ്രേഡിയന്റ് ഓഫ് എ സ്കേലാർ, അല്ലേ? കാരണം കേൾ ഓഫ് ഗ്രേഡിയന്റ് ഈസ് ഓൾവേസ് 0. സോ ദിസ് ETEM or BTEM can be expressed as gradient of some scalar. Also, del dot E 0 and E is gradient of a scalar means it will satisfy Laplace equation in 2 dimension. Okay, so ഇത് ലാപ്ലാസ് ഇക്വേഷൻ ആണ്. ഡെൽ ഡോട്ട് ഡെൽ ഫൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഡെൽ സ്ക്വയർ ഫൈ ഈക്വൽ ടു 0 എന്നാണ്. അതാണ് ലാപ്ലാസ് ഇക്വേഷൻ. സോ ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും ETEMഉം BTEMഉം. ലാപ്ലാസ് ഇക്വേഷന്റെ സൊല്യൂഷൻ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ലാപ്ലാസ് ഇക്വേഷന്റെ സൊല്യൂഷൻസ് ലോക്കൽ മിനിമയോ ലോക്കൽ മാക്സിമയോ എക്സിബിറ്റ് ചെയ്യില്ല. ഓക്കെ, ദ സൊല്യൂഷൻസ് നെവർ അഡ്മിറ്റ്സ് ലോക്കൽ മാക്സിമ ഓർ മിനിമ. നിങ്ങൾക്ക് ഗ്രിഫിത്തിന്റെ ടെക്സ്റ്റ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. അതുകൊണ്ട് തന്നെ ലോക്കൽ മിനിമയോ ലോക്കൽ മാക്സിമയോ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പറയുക, ആ ഒരു ക്വാണ്ടിറ്റിയുടെ വാല്യൂ ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. എവിടെയെങ്കിലും ഒരിടത്ത് മിനിമയോ മാക്സിമം ഉണ്ടെങ്കിൽ മാത്രമാണ് വേരിയേഷൻ വരിക. ഒരിടത്തും ലോക്കൽ മിനിമയോ ലോക്കൽ മാക്സിമയോ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് വരണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? ഇതൊരു കണ്ടക്ടറാണ്, മെറ്റാലിക് കണ്ടക്ടറാണ്. കണ്ടക്ടറിന്റെ വാളില് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈക്വൽ ടു, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഗ്രേഡിയന്റ് ഓഫ് സം സ്കാലാർ എന്നാണ് എഴുതുന്നത്. അത് ഫീൽഡ് 0 എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഈ ബൗണ്ടറി വാളിൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണ്. ഉള്ളിലുള്ള ഒരു സ്ഥലത്തും ലോക്കൽ മിനിമയോ മാക്സിമയോ പാടില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ത്രൂ ഔട്ട് ദി ഇന്റീരിയർ ദ വാല്യൂ ഈസ് സെയിം ആസ് ദാറ്റ് ഓൺ ദ സർഫസ്. ഈ സർഫസിൽ ഏത് വാല്യൂ ആണോ അത് തന്നെ വേണം ഇന്റീരിയറിൽ എല്ലായിടത്തും. സർഫസ് ഒരു സർക്കിൾ ആയിട്ടാണ് നിൽക്കുന്നത്. സർഫസിൽ ഒരേ വാല്യൂ ആണ് എല്ലായിടത്തും. 5 ആണെന്ന് കരുതുക വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഉള്ളിലും എല്ലായിടത്തും 5 ആയേ പറ്റൂ. ഉള്ളിൽ എവിടെയെങ്കിലും 6 ആവാന്ന് പറഞ്ഞാൽ അതൊരു ലോക്കൽ മാക്സിമം ആയി. ഉള്ളിൽ എവിടെയെങ്കിലും 4 ആയി എന്ന് പറഞ്ഞാൽ അതൊരു ലോക്കൽ മിനിമം ആയി. ഓക്കെ, ഈ ബൗണ്ടറിയിൽ ത്രൂ ഔട്ട് ഒരു വാല്യൂ കോൺസ്റ്റന്റ് ആണ്. ഉള്ളിൽ എവിടെയും ലോക്കൽ മിനിമയോ മാക്സിമയോ പാടില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഇൻസൈഡ് ദിസ് കണ്ടക്ടർ ദ പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ്. ഇൻസൈഡ് ദിസ് കണ്ടക്ടർ പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ് മീൻസ് E is 0. ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, സോ ഒരു സിംഗിൾ ഹോളോ കണ്ടക്ടറിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ETEM 0 ആയിരിക്കും. ദാറ്റ് ഈസ് ദർ ഇസ് നോ വേവ് ഇൻസൈഡ് എ ഹോളോ സിംഗിൾ ഹോളോ സിലിണ്ടറിക്കൽ കണ്ടക്ടർ. അപ്പൊ TEM വേവ് ഒരു സിംഗിൾ ഹോളോ കണ്ടക്ടറിൽ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ അത് TEM വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം? ഒരു കൊയാക്സിയൽ കേബിൾ എടുത്താണ്. കൊയാക്സിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലൊരു പോർഷൻ പിന്നെ വേറൊരു മെറ്റാലിക് കണ്ടക്ടർ പുറത്ത്. ഓക്കെ, ഇങ്ങനെയുള്ള കേബിളിലൂടെ TEM വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യും. പക്ഷെ ഒരു സിംഗിൾ ഹോളോ കണ്ടക്ടറിന്റെ ഉള്ളിൽ TEM വേവ് എക്സിസ്റ്റ് ചെയ്യില്ല. നമ്മൾ വീണ്ടും തിരിച്ച് നമ്മളുടെ വേവ് ഗൈഡിന്റെ ഉള്ളിൽ വേറെ എന്തെല്ലാം മോഡ് ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് വി ലുക്ക് ഫോർ ദി ബൗണ്ടറി കണ്ടീഷൻസ്. എന്താണ് ബൗണ്ടറി കണ്ടീഷൻ? ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, അവർ അസംഷൻ ഈസ് ദാറ്റ് ദ വേവ് ഗൈഡ് ഈസ് എ പെർഫെക്റ്റ് കണ്ടക്ടർ. For a perfect conductor, electric field and magnetic field vanish inside. Okay, കണ്ടക്ടറിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വാനിഷ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഫീൽഡുകൾ വേരി ചെയ്യിച്ചു കഴിഞ്ഞാൽ ദ ചാർജസ് ഇൻസൈഡ് എ കണ്ടക്ടർ റീഡിസ്ട്രിബ്യൂട്ട് ദംസെൽസ് ടു മേക്ക് എ സർഫസ് ചാർജ് സിഗ്മ ഈക്വൽ ടു n cap dot d, which makes the field E and T 0 inside. Also, the surface charges moves to produce a surface current K given by K equal to n cap cross H. Okay, നിങ്ങളുടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഒരു കണ്ടക്ടർ ആ ഫീൽഡിൽ വെച്ചിരിക്കുകയാണ്. ഫീൽഡ്സ് വേരി ചെയ്യുന്നുണ്ടെന്ന് കരുതുക. ഫീൽഡ്സ് വേരി ചെയ്യുന്ന സമയത്ത് ഈ കണ്ടക്ടറിന്റെ ഉള്ളിലെ ചാർജസ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സർഫസ് ചാർജ് തരും. അതുപോലെ സർഫസ് ചാർജസ് മൂവ് ചെയ്തിട്ട് ഒരു സർഫസ് കറണ്ടും പ്രൊഡ്യൂസ് ചെയ്യും ഈ ഇക്വേഷൻ വെച്ചിട്ട്, such that the fields inside the conductor becomes 0. Okay,
അപ്പൊ ഇത് രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് ആണ്. ഇത് ഓൾറെഡി ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. എൻ ക്യാപ് ഡോട്ട് ഡി, ഡി ഇസ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു സിഗ്മ. സിഗ്മ ഈസ് സർഫസ് ചാർജ് ഡെൻസിറ്റി, നോട്ട് this is not conductivity, this is surface charge density, and this K is surface current and H is magnetizing field. We have two more boundary conditions, that is the normal component of B is continuous. Normal component of B is continuous. ഒരു സൈഡിൽ നിങ്ങൾക്ക് കണ്ടക്ടർ ആണ്, മറ്റേ സൈഡിൽ നിങ്ങൾക്ക് ഡൈലക്ട്രിക് ആണ്. ഇപ്പോൾ ഡൈലക്ട്രിക്കിന്റെ ഭാഗത്തുള്ള ഫീൽഡ് ബിയും ഇവിടെ കണ്ടക്ടറിലുള്ള ഫീൽഡ് ബി സി ആണെങ്കിൽ ഇതിന്റെ പാരലൽ കമ്പോണന്റ് നോർമൽ കമ്പോണന്റ് കണ്ടിന്യൂസ് ആയിരിക്കും. അതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം, എൻ ക്യാപ് ഡോട്ട് ബി മൈനസ് ബി സി ഈക്വൽ ടു 0. ഇവിടെ എൻ ക്യാപ് എന്ന് പറയുന്നത് കണ്ടക്ടറിന്ന് ഡൈലക്ട്രിക്കിലേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന യൂണിറ്റ് വെക്ടർ ആണ്. ഈ സൈഡ് കണ്ടക്ടറും ഈ സൈഡ് ഡൈലക്ട്രിക്കും. ഓക്കെ, ഇതാണ് ക്യാവിറ്റിയുടെ ഉൾവശമാണ് ഈ കാണുന്നത്. ക്യാവിറ്റിയുടെ ഈ വോളാണ് കണ്ടക്ടർ. ഇപ്പൊ എൻ ക്യാപ്പ് ഇങ്ങനെയാണ് നിൽക്കുന്നത്, എൻ ക്യാപ്പ് ഇങ്ങോട്ടാണ് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോ എൻ ക്യാപ് ഡോട്ട് ബി ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ എന്നിന്റെ ഡയറക്ഷനിലുള്ള കമ്പോണന്റ്, ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ കമ്പോണന്റ്. പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടിന്യൂസ് ആണ്. സോ എൻ ക്യാപ് ഡോട്ട് ബി മൈനസ് ബി സി 0 എന്ന് എഴുതാം. പക്ഷെ ബി സി 0 ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് കണ്ടക്ടർ 0 ആണ്. ദാറ്റ് മീൻസ് എൻ ക്യാപ് ഡോട്ട് ബി ഈക്വൽ ടു 0 എന്ന് വരും. ഇതുപോലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ടാൻജൻഷ്യൽ കമ്പോണന്റ് കണ്ടിന്യൂസ് ആണെന്ന് അറിയാം. അക്രോസ് എ ബൗണ്ടറി ഇലക്ട്രിക് ഫീൽഡിന്റെ ടാൻജൻഷ്യൽ കമ്പോണന്റ് കണ്ടിന്യൂസ് ആണ്. സോ ടാൻജൻഷ്യൽ കമ്പോണന്റ് കിട്ടാൻ എന്ത് ചെയ്യണം? എൻ ക്യാപ് ക്രോസ് ഇ മൈനസ് ഇ സി ഈക്വൽ ടു 0. അഗൈൻ ഇ സി 0 ആണ്. സോ ദിസ് വിൽ ഗിവ് മി എൻ ക്യാപ് ക്രോസ് ഈക്വൽ ടു 0. സോ ടു ബൗണ്ടറി കണ്ടീഷൻസ് ആർ ദർ, എൻ ക്യാപ് ഡോട്ട് ബി ഈക്വൽ ടു 0 ആൻഡ് എൻ ക്യാപ് ക്രോസ് ഇ ഈക്വൽ ടു 0. ഇതൊക്കെ എവിടെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? സർഫസിൽ. ഓക്കെ, ഇത് രണ്ടും ഞാൻ പറഞ്ഞത് ഈ സർഫസ് ചാർജും ഈ സർഫസ് കറണ്ടും കിട്ടും സച്ച് ദാറ്റ് ഇൻസൈഡ് ദ കണ്ടക്ടർ ഇ ആൻഡ് ബി ആർ 0. പക്ഷെ ഇത് സർഫസിൽ എൻ ക്യാപ് ഡോട്ട് ബി 0 ആയിരിക്കണം, എൻ ക്യാപ് ക്രോസ് ഇയും 0 ആയിരിക്കണം. എൻ ക്യാപ് ക്രോസ് ഇ 0 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്, എൻ ക്യാപ് ക്രോസ് ഇ എന്ന് പറഞ്ഞാൽ എനിക്ക് ട്രാൻസ്വേഴ്സ് പ്ലസ് ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് എഴുതാം. ഇതിൽ എൻ ക്യാപ് ക്രോസ് ഇ ടി എന്ന് പറഞ്ഞാൽ എൻ ക്യാപ്പും ട്രാൻസ്വേഴ്സ് ആണ് ഡയറക്ഷൻ. ഓക്കെ, ഇ ടിയും ട്രാൻസ്വേഴ്സ് ആണ്. സോ ഇതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് 0 ആവും. ബാക്കി പോയിട്ട് എൻ ക്യാപ് ക്രോസ് ഇ സെഡ്, എൻ ക്യാപ് ക്രോസ് ഇ സെഡ്. എൻ ക്യാപ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്, സെഡ് ഇങ്ങോട്ടാണ്. ഇതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ സൈൻ 91 വരും. സോ ദാറ്റ് വിൽ ഗിവ് മീ ഇ സെഡ് ഓൺ ദ സർഫസ് ഈക്വൽ ടു 0. അപ്പൊ ഈ ബൗണ്ടറി കണ്ടീഷൻ എൻ ക്യാപ് ക്രോസ് ഇ ഓൺ ദ സർഫസ് 0 എന്നുള്ളത് എങ്ങനെയാവും? ഇ സെഡ് അറ്റ് ദ സർഫസ് 0 എന്നാവും. ഇനി എൻ ക്യാപ് ഡോട്ട് ബി ഈക്വൽ ടു 0 എന്നുള്ളത് എന്താവും? എൻ ക്യാപ് ഡോട്ട് ബി ടി പ്ലസ് ബി സെഡ് ഈക്വൽ ടു 0. എൻ ക്യാപ് ഡോട്ട് ബി ടി അറ്റ് ദ സർഫസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എൻ ക്യാപ് ഡോട്ട് ബി സെഡ് എന്ന് പറയുന്നത് എത്രയാണ്? എൻ ക്യാപ് എങ്ങോട്ടാണ്? താഴത്തേക്ക്. ബി സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് ഡയറക്ഷനിലുള്ളത്. സോ ഇത് തമ്മിലുള്ള ആംഗിൾ 90 ആണ്. അപ്പൊ ഡോട്ട് പ്രോഡക്റ്റ് എന്താവും? 0. അപ്പൊ ബാക്കി എൻ ക്യാപ് ഡോട്ട് ബി ടി ചെയ്താൽ മതി. ബി ടി നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ബി ടിയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇക്വേഷൻ 13 എന്നുള്ള ഇക്വേഷൻ ഒന്ന് ബി ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ബി ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് എവിടെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? സർഫസിലാണ്. സർഫസിൽ ഇ സെഡിന്റെ വാല്യൂ 0 ആണ്. ഈ ടേം പോയി. ബാക്കിയുള്ളത് ഈ ആദ്യത്തെ ടേം ആണ്. ഐ കെ ബൈ മ്യൂ എപ്സിലോൺ ഒമേഗ സ്ക്വയർ മൈനസ് കെ സ്ക്വയർ പുറത്തെടുക്കാം. ബാക്കി എൻ ക്യാപ് ഡോട്ട് ഡെൽ ടി ബി സെഡ് അറ്റ് ദ സർഫസ് ഈക്വൽ ടു 0. എൻ ക്യാപ് ഡോട്ട് ഡെൽ ടി ബി സെഡിനെ എനിക്ക് ഡെൽ ടി ബി സെഡ് എന്ന് പറയുന്നത് ഒരു ഗ്രേഡിയന്റ് ആണ്. എൻ ക്യാപ്പ് കൊണ്ട് ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഗ്രേഡിയന്റ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് എൻ. ഈ ഡെൽറ്റി എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് തന്നെയാണ്, പക്ഷെ എന്നിന്റെ ഡയറക്ഷനിലുള്ള ഗ്രേഡിയന്റിന്റെ കമ്പോണന്റ് ആവും എൻ ക്യാപ് ഡോട്ട് ഡെൽറ്റി ചെയ്യുന്ന സമയത്ത്. സോ ഐ ക്യാൻ ഡിനോട്ട് ഇറ്റ് ആസ് ഡോ ബി സെഡ് ബൈ ഡോ എൻ. ഓക്കെ, ദിസ് ഈസ് നോർമൽ ഡെറിവേറ്റീവ് ഓർ ഡെറിവേറ്റീവ് അലോങ് എൻ. ഡോ ബി സെഡ് ബൈ ഡോ എൻ അറ്റ് ദ സർഫസ് ഈസ് 0. ഇത് എന്തായാലും 0 ആവില്ല. അപ്പൊ ഈ ക്വാണ്ടിറ്റി 0 ആണ്. ഈ ക്വാണ്ടിറ്റിയാണ് ഡോ ബി സെഡ് ബൈ ഡോ എൻ ഓൺ ദ സർഫസ് ഈസ് 0. അപ്പൊ നമുക്ക് we have the two-dimensional wave equation. Equation 3 നമ്മൾ ആദ്യം ചെയ്തു വെച്ച വേവ് ഇക്വേഷൻ ഉണ്ട്. നമ്മൾ പ്രൊസീജിയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് ആദ്യം നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻ സോൾവ് ചെയ്ത് ഒരു വേവ് ഇക്വേഷൻ എഴുതി വെച്ചത്. ഈ വേവ് ഇക്വേഷൻ അതിനകത്ത് സെഡ് ഡിപ്പെൻഡൻസ് മാറ്റിയിട്ട് എഴുതിയതാണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണ്, ബി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണ്. ഇതിന് ശേഷം നമ്മൾ ചെയ്തത്
ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും ഡെല്ലിനെയൊക്കെ നമ്മൾ ട്രാൻസ്വേഴ്സ് ലോഞ്ചിറ്റ്യൂഡിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് കുറച്ച് ആൾജിബ്ര ഒക്കെ ചെയ്തു. അതിൽ നിന്ന് നമ്മൾ ചില കൺക്ലൂഷനൊക്കെ എത്തിയായിരുന്നു. അതിനുശേഷം ഇപ്പൊ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ ഡിസ്കസ് ചെയ്തു. നൗ ദ വേവ് ഇക്വേഷൻ, നേരത്തെ എഴുതി വെച്ച വേവ് ഇക്വേഷൻ along with this boundary condition Ez at surface 0, Bz at surface 0. This defines an eigenvalue problem. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒരു ഐഗൺ വാല്യൂ പ്രോബ്ലം. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്, ഒരു ഓപ്പറേറ്റർ ഇതിൽ ആക്ട് ചെയ്യുന്നു, യു വിൽ ഗെറ്റ് എ കോൺസ്റ്റന്റ് ടൈംസ് ദിസ് ക്വാണ്ടിറ്റി. എന്താണ് ആ ഒരു ഐഗൺ വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആക്ടിങ് ഓൺ സൈ വിൽ ഗീവ് യു സം കോൺസ്റ്റന്റ് ഇൻ ടു സൈ. ഇവിടെ എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഡെൽറ്റി സ്ക്വയർ ആണ്. ഇത് ഇയിൽ ആക്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ്, ഇതിനെ അപ്പുറ സൈഡിലേക്ക് കൊണ്ട് എഴുതിയാൽ മതി, മ്യൂ എപ്സിലോൺ ഒമേഗ സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഇൻറ്റു ആ ക്വാണ്ടിറ്റി കിട്ടും. ഓക്കെ, ഇപ്പോൾ ഒരു ഓപ്പറേറ്റർ ഒരു വെക്ടറിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുന്ന സമയത്ത്, ഓക്കെ ഇവിടെ ഫംഗ്ഷൻ ആണ്, ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റന്റ് ടൈംസ് ആ ഫംഗ്ഷൻ തന്നെ കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആൻ ഐഗൺ വാല്യൂ പ്രോബ്ലം. സോ ദിസ് ഈസ് ആൻ ഐഗൺ വാല്യൂ പ്രോബ്ലം. ഇവിടെ ഞാൻ കംപ്ലീറ്റ് ഇയും ബിയും എഴുതിയിട്ടില്ല, ആകെ ആര് മാത്രമേ എഴുതിയിട്ടുള്ളൂ, സെഡ് കമ്പോണന്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. കാരണം ശരിക്കും എനിക്ക് ഇ എന്ന് പറയുന്നതിനെ ഇങ്ങനെയാണ് എഴുതുക, ഇ എക്സ് ഇ വൺ ക്യാപ് പ്ലസ് ഇ വൈ ഇ ടു ക്യാപ് പ്ലസ് ഇ സെഡ് ഇ ത്രീ ക്യാപ്. ഇതിൽ ഈ ലാസ്റ്റ് കമ്പോണന്റ് മാത്രം, സെഡ് കമ്പോണന്റ് മാത്രം. കാരണം വൺസ് നമുക്ക് ഇ സെഡും ബി സെഡും സോൾവ് ചെയ്യാൻ പറ്റിയാൽ, ഈ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് സബ്ജക്റ്റഡ് ടു ദിസ് ബൗണ്ടറി കണ്ടീഷൻസ് ഈ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഇ സെഡും ബി സെഡും ആയി. ഇ സെഡും ബി സെഡും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് 12 13 യൂസ് ചെയ്തിട്ട് ഇ ടിയും ബി ടിയും കാണാം. സോ കംപ്ലീറ്റ് സൊല്യൂഷൻ ആയി. അതാണ് ഐഡിയ. അപ്പൊ നമ്മൾ ഈ ഇ സെഡും ബി സെഡിന്റെ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പോവാണ്, സബ്ജക്റ്റഡ് ടു ദിസ് ബൗണ്ടറി കണ്ടീഷൻ. സോ ദിസ് ഈസ് ആൻ ഐഗൺ വാല്യൂ പ്രോബ്ലം. ആൻഡ് ഫോർ എ വാലിഡ് സൊല്യൂഷൻ ഫോർ എ പർട്ടിക്കുലർ ഒമേഗ certain values of k are allowed. Okay, ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ വിത്ത് ദിസ് ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒമേഗ ചൂസ് ചെയ്താൽ, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉള്ള വേവ് ആണെങ്കിൽ സർട്ടൈൻ വാല്യൂസ് ഓഫ് കെ മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, ചില പർട്ടിക്കുലർ കെ വാല്യൂസിന് മാത്രമാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനും ബൗണ്ടറി കണ്ടീഷനും കൂടെ സൈമിൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷൻ നോക്കൂ, രണ്ടിന്റെ ഫോം ഡിഫറെന്റ് ആണ്. ഇ സെഡ് ഈക്വൽ ടു 0, ബി സെഡ് ഈക്വൽ ടു 0 എന്നല്ല. ഇ സെഡ് അറ്റ് സർഫസ് 0, ബിയുടെ കേസിലാണെങ്കിൽ അതിന്റെ നോർമൽ ഡെറിവേറ്റീവ് അറ്റ് സർഫസ് 0 ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ആദ്യം ഞാൻ ഇയുടെ എടുക്കുന്ന സമയത്ത് ഇതിലൊരു ബൗണ്ടറി കണ്ടീഷൻ എടുക്കും, ബി എടുക്കുന്ന സമയത്ത് അടുത്ത ബൗണ്ടറി കണ്ടീഷൻ എടുക്കും. സോ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, സോ വി വിൽ ഡിവൈഡ് ഇൻ ടു കാറ്റഗറീസ്. വൺ ഈസ് ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് വേവ്സ്. It is known as TM waves. Here Bz equal to 0 everywhere. TM wave എന്ന് പറയാൻ കാരണം ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ട്രാൻസ്വേഴ്സ് മാത്രമേ ഉള്ളൂ, ലോഞ്ചിറ്റ്യൂണൽ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. Bz equal to 0 everywhere. അതിന് യൂസ് ചെയ്യുന്ന ബൗണ്ടറി കണ്ടീഷൻ ഇപ്പം Ez on the surface 0. Bz എല്ലായിടത്തും 0 ആണ്. ഇപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ എന്താണ് യൂസ് ചെയ്യുന്നത്, Ez on the surface 0. Next one is transverse electric waves, where Ez is 0 everywhere. ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് ആണ്, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ട്രാൻസ്വേഴ്സ് മാത്രമേ ഉള്ളൂ, ലോഞ്ചിറ്റ്യൂഡിനൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. Then we use the boundary condition dou Bz by dou n at the surface 0. Bz ന്റെ നോർമൽ ഡെറിവേറ്റീവ് on the surface 0 ആണ്. ഈ ടി എം വേവിന് വേറൊരു പേരും കൂടെ ഉണ്ട്. ടി എം വേവിൽ Bz 0 ആണ്, അലോങ് z ഡയറക്ഷൻ ഇ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇലക്ട്രിക് വേവ് അല്ലെങ്കിൽ ഇ വേവ് എന്ന് വിളിക്കാം. ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് വേവിൽ Ez 0 ആണ് എല്ലായിടത്തും, സോ അലോങ് z ഡയറക്ഷൻ Bz ഉണ്ടാവാം, അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ എച്ച് വേവ് എന്ന് വിളിക്കും. ഓക്കെ, നൗ വേരിയസ് ടി എം ആൻഡ് ടി വേവ്സ് പ്ലസ് ദ ടി എം വേവ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ് constitute complete set of fields to describe an arbitrary electromagnetic disturbance in a waveguide. So ഒരു വേവ് ഗൈഡിന്റെ ഉള്ളിൽ ഈ ടി എം വേവും ടി വേവും, ടി എം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, ടി എമ്മും ടിയും എങ്ങനെയായിരിക്കും എന്നുള്ളത് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യും.